നമസ്കാരം. നമസ്തേ. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യമാകാൻ പോകുന്നു മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യമാകാനും കൂടി ശ്രമിക്കുകയാണ്. വ്യാപാര രംഗത്തും അതേപോലെ സൈനിക രംഗത്തും വൻ കുതിപ്പുണ്ടാക്കാവുന്ന അതേ ഒരു വലിയ നിർണായക നീക്കവുമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് വരുന്നത്. നിക്കോബാർ ഐലൻഡിൽ, ഗ്രേറ്റ് നിക്കോബാറിൽ ഇന്ത്യ ഒരു ട്രാൻസ്ഷിപ്പ് സീപോർട്ടും അതേപോലെ എയർപോർട്ടും പുതിയതായി വരുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇത് ചൈനയ്ക്ക് എത്രമാത്രം ദോഷം ചെയ്യും, ഇന്ത്യക്ക് എത്രമാത്രം നേട്ടം ഉണ്ടാക്കാൻ പറ്റും, അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ തെക്കേ അറ്റത്തുള്ള ഒരു ദ്വീപാണ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്. ഇത് ഇന്തോനേഷ്യയുടെയും അതുപോലെ തായ്ലൻഡിനെയും ഒക്കെ വളരെ അടുത്താണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലേക്കുള്ള തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ള ഒരു പ്രവേശന കവാടം എന്ന വേണമെങ്കിൽ നമുക്ക് ഈ ദ്വീപിനെ വിശേഷിപ്പിക്കാം. അവിടെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത് ഏതാണ്ട് 70,000 കോടി രൂപയിലധികം മുതൽ മുടക്കുള്ള വലിയൊരു വികസന പദ്ധതിയാണ്. ഈ വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടെ ഉയർന്നു വരുന്നത് ഒരു ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, അതായത് വലിയ മദർഷിപ്പ്, ഇപ്പം നമ്മുടെ വിഴിഞ്ഞത്ത് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് പോലെ മദർഷിപ്പുകളിൽ നിന്നും കണ്ടെയ്നറുകൾ ചെറിയ കപ്പലുകളിലേക്ക് മാറ്റാൻ പറ്റുന്ന, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വലിയ തുറമുഖം അവിടെ ഉയർന്നു വരികയാണ് ഒന്നാമത്തേത്. രണ്ടാം ഭാഗത്ത് അവിടെ ഒരു ഡ്യുവൽ പർപ്പസ് ഇന്റർനാഷണൽ എയർപോർട്ട്, അതായത് യാത്രാ വിമാനങ്ങളും അതുപോലെ തന്നെ മിലിറ്ററി വിമാനങ്ങളും, എത്ര വലിയ വിമാനങ്ങൾക്കും പറന്നു വരാൻ പറ്റുന്ന റൺവേ ഉള്ള ഒരു വലിയ എയർപോർട്ട്. മൂന്നാമത് അവിടെ ഉയർന്നു വരുന്നത് ഒരു വലിയ ടൗൺഷിപ്പാണ്. അതായത് അവിടെ ഈ പ്രോജക്റ്റുകളിൽ ജോലി ചെയ്യുകയും അല്ലെങ്കിൽ ഭാവിയിൽ വികസനം വരുമ്പോൾ അവിടേക്ക് താമസിക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഭാരതീയർക്ക്, ഇന്ത്യക്കാർക്ക് അവിടെ താമസിക്കാൻ സൗകര്യമൊരുക്കുന്ന ഒരു വലിയ ടൗൺഷിപ്പ്, അവിടെ ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, ഇതൊക്കെ അടങ്ങുന്ന ഒരു സമുച്ചയങ്ങൾ അവിടെ ഉയർന്നു വരുന്നു. പിന്നീട് ഇവർക്കൊക്കെ വൈദ്യുതി പൂർണ്ണമായിട്ടും ഗ്രീൻ എനർജി ആയിരിക്കും. സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഏതാണ്ട് 400 മെഗാവാട്ടോളം സോളാർ വൈദ്യുതി, 340 എന്നാണ് തോന്നുന്നു കൃത്യമായ കണക്ക്, പക്ഷെ അതിൻ്റെ കപ്പാസിറ്റി കൂട്ടാനാണ് സാധ്യത. അപ്പോൾ ഇങ്ങനെയുള്ള പല ബഹുവിധ സംവിധാനങ്ങളോട് കൂടിയ ഒരു വലിയ ഒരു വികസന പദ്ധതി ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത് ഈ കഴിഞ്ഞ ദിവസം വരെ ഇക്കാര്യത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പരിസ്ഥിതി സംബന്ധമായ ചില പ്രതിസന്ധികൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ആശങ്കകൾ നിമിത്തം ഈ ചില ആൾക്കാർ ഇത് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഇത് സംബന്ധിച്ച് പരാതിപ്പെടുകയും ഇത് സംബന്ധിച്ച് കേസ് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഈ 2-3 ദിവസം മുമ്പ് NGT എന്ന് പറയുന്ന നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഈ പദ്ധതിക്ക് അനുകൂലമായിട്ട് വിധി പ്രഖ്യാപിച്ചു. വിധി പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം, ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് നിൽക്കുന്നത് മലാക്ക കടലിടുക്ക്, മലാക്ക സ്ട്രെയിറ്റ് എന്ന് പറയുന്ന കടലിടുക്കിന് അഭിമുഖമായിട്ടാണ്. ഈ മലാക്ക കടലിടുക്കിന് വലിയ തന്ത്രപ്രധാനമുണ്ട്, വലിയ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ്. എന്തെന്നാൽ ചൈനയിലേക്കുള്ള ഊർജ ഒഴുക്ക്, അതായത് ക്രൂഡ് ഓയിൽ ഗൾഫിൽ നിന്നും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതി നടക്കുന്നത് ഈ മലാക്ക കടലിടുക്കിലൂടെയാണ്. ഈ ഓയിൽ ടാങ്കറുകളെല്ലാം തന്നെ പാസ് ചെയ്യും. പിന്നെ മാത്രവുമല്ല, ചൈനയുടെ മൊത്തത്തിലുള്ള വ്യാപാരത്തിന്റെ ഒരു നല്ല ശതമാനവും ഇതുവഴി തന്നെയാണ് പോകുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ചൈനയിലേക്ക് പോകുന്ന ഒരു വഴിയാണിത്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗം തന്നെയാണത്. പക്ഷെ ഇതൊരു ഒരു ഭാഗത്ത് ഈ പറയുന്ന തായ്ലൻഡും ഒക്കെ സ്ഥിതി ചെയ്യുന്ന തെക്ക് കിഴക്ക് ഏഷ്യ, മറുഭാഗത്ത് ഇന്ത്യയുടെ ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്. ഇത് രണ്ടിനും ഇടയിലൂടെ ഉള്ള ഒരു കപ്പൽച്ചാലാണ്. ഈ കപ്പൽച്ചാലിലൂടെ മുന്നോട്ട് പോകുന്ന കപ്പലുകളെ ഇനി ഇന്ത്യക്ക് വളരെ വേഗത്തിൽ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ സൈനിക പ്രാധാന്യം. അതായത് ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലെ ഈ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിൽ വലിയ സൈനിക സാന്നിധ്യം ഇന്ത്യക്ക് ഉണ്ടായാൽ അവിടെ നിന്നും ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലോ അല്ലെങ്കിൽ അതുപോലെ ഡിസ്ട്രോയറുകളോ പുറപ്പെട്ടാൽ കരയിൽ നിന്ന് പോലുമുള്ള കപ്പൽ വിരുദ്ധ മിസൈലുകൾ, ഒരൊറ്റ മിസൈൽ അയച്ചാൽ മതി, പിന്നീട് ഒരു കപ്പലും ഈ കടലിടുക്കിലൂടെ യാത്ര ചെയ്യാൻ ധൈര്യം കാണിക്കത്തില്ല.
അതായത് ഒരൊറ്റ ഒറ്റ മിസൈലിലൂടെ ചൈനയിലേക്കുള്ള മുഴുവൻ ക്രൂഡ് ഓയിലിന്റെ ഒഴുക്കിനെ തടയാൻ ഇന്ത്യക്ക് സാധിക്കും. ഇതാണ് ഇതിന്റെ സൈനിക പ്രാധാന്യം. ഈ സൈനിക പ്രാധാന്യം കാരണം ചൈന ഇത് പലതരത്തിൽ പ്രതിഷേധങ്ങളും തടസ്സപ്പെടുത്തലുകളും ഒക്കെ ചൈന സൃഷ്ടിക്കാൻ നോക്കിയിരുന്നു. ഞാൻ ആദ്യം കുറച്ചുകൂടി ഇതിന്റെ ഒരു വാണിജ്യ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ സൈനിക പ്രാധാന്യത്തിലേക്ക് തിരിച്ചെത്താം. ഇതിന്റെ വാണിജ്യ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ പിന്നെ വിഴിഞ്ഞം തുറമുഖം വന്നതോടുകൂടി ഇന്ത്യയിലെ ഒരു വലിയ മദർ പോർട്ട് ഇന്ത്യക്ക് സ്വന്തമായിരിക്കുകയാണ്. അതായത് ഇതുവരെയും ദുബായിലും കൊളംബോയിലും സിംഗപ്പൂരിലും മാത്രം അടുത്തിരുന്ന മദർഷിപ്പുകൾ ഇപ്പോൾ വിഴിഞ്ഞത്ത് അടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പ് പോലും വിഴിഞ്ഞത്ത് ഡോക്ക് ചെയ്തു ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. ഏതാണ്ട് വിഴിഞ്ഞത്തോളം വരില്ലെങ്കിലും വിഴിഞ്ഞത്തിന്റെ അടുത്ത് വരെ വരുന്ന ഒരു ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഈ ആഴം, തീരത്തിനോടടുത്ത് 20 മീറ്റർ ആഴമുള്ള ഒരു തുറമുഖമാണ് ഗ്രേറ്റ് നിക്കോബാറിൽ ഉയർന്നു വരുന്നത്. വിഴിഞ്ഞത്താകട്ടെ അത് 24 മീറ്റർ വരെ വരും. വിഴിഞ്ഞമാണ് കുറച്ചുകൂടെ സാധ്യതകളുള്ളത്. പക്ഷെ 20 മീറ്റർ ഉള്ള തന്നെ മറ്റൊരു തുറമുഖം ഇന്ത്യയിലില്ല. ഇന്ത്യയിലുള്ള സർവ്വ തുറമുഖം, നമ്മുടെ ഏറ്റവും വലിയ വ്യാപാരം നടക്കുന്ന മുംബൈയിലെ JNPT എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റു പോർട്ട്, അതൊക്കെ തന്നെ അവിടെയൊക്കെ 15 മീറ്റർ ഒക്കെയാണ് ആഴം. അപ്പോൾ വലിയ കപ്പലുകൾക്ക് വരുന്നതിന് തടസ്സം. ഇവിടെ അതല്ല, വിഴിഞ്ഞത്ത് എത്ര വലിയ കപ്പലിനും തീരത്തിനടുത്തെത്താം, നങ്കൂരമിടാം. അതുപോലെ തന്നെയാണ് പിന്നെ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ വരാൻ പോകുന്ന ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ. പക്ഷെ വിഴിഞ്ഞത്തിനില്ലാത്ത വലിയൊരു മേൽക്കൈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിനുള്ളത് തെക്ക് കിഴക്കൻ ഏഷ്യയുമായിട്ടുള്ള ഈ സാമീപ്യമാണ്. ഒരു 200 കിലോമീറ്റർ ഒക്കെ മാത്രമേ കാണുകയുള്ളൂ തായ്ലൻഡിന്റെ ചില ഭാഗങ്ങളുമായിട്ട്. അപ്പൊ തായ്ലൻഡിലോട്ടും തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ജപ്പാനിൽ നിന്നും ഒക്കെ വരുന്ന ചരക്കുകൾ ഇനി ഇന്ത്യയുടെ ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ വരാൻ പോകുന്ന തുറമുഖത്തിൽ അവിടെ അൺലോഡ് ചെയ്യപ്പെടും. അവിടെ നിന്ന് ഇന്ത്യൻ കപ്പലുകളായിരിക്കും പിന്നീട് ഇന്ത്യയുടെ വിവിധ കിഴക്കൻ പ്രദേശത്തുള്ള തുറമുഖങ്ങളിലേക്ക് എത്തുന്നത്. പടിഞ്ഞാറൻ തുറമുഖങ്ങളിലേക്ക് തീർച്ചയായിട്ടും വിഴിഞ്ഞത്തോടായിരിക്കും ട്രാഫിക് വരുന്നത്. അപ്പോൾ കിഴക്ക് ഭാഗത്ത് മദ്രാസ് ഉൾപ്പെടെ നമ്മുടെ ഒഡീഷ, ആന്ധ്രാപ്രദേശ്, അങ്ങ് ബംഗാൾ വരെ പോകേണ്ട കപ്പലുകൾ, വലിയ കപ്പലുകൾ മുഴുവൻ ചരക്ക് അൺലോഡ് ചെയ്യുന്നത് ഈ ഗ്രേറ്റ് നിക്കോബാറിലായിരിക്കും. അതുപോലെ തന്നെ പടിഞ്ഞാറൻ തീരത്ത് ഉള്ള കേരളം, അതായത് മഹാരാഷ്ട്ര, ഗുജറാത്ത് അങ്ങോട്ടൊക്കെ പോകേണ്ട മുഴുവൻ ചരക്കുകളും വിഴിഞ്ഞത്തായിരിക്കും വലിയ കപ്പലുകൾ കൊണ്ട് അൺലോഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇന്ത്യക്ക് വ്യാപാര രംഗത്ത് ഒരു വലിയ കുതിച്ചുചാട്ടം ഈ ഗ്രേറ്റ് നിക്കോബാർ തുറമുഖം വഴി ഉണ്ടാകും. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഇതൊരു വലിയ ഹോട്ടലുകളൊക്കെ വരാൻ പോവുകയാണ്. അന്താരാഷ്ട്ര വിമാനത്താവളം വരുന്നു. ആ വിമാനത്താവളത്തിൽ യാത്രാ വിമാനങ്ങളും ഇന്ത്യയുടെ സൈനിക വിമാനങ്ങളും എല്ലാം തന്നെ അവിടെ നിന്ന് പറന്നുയരാം. ഇനി ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ ഒരു നാവിക കമാൻഡ് തന്നെ അവിടെ ഉണ്ട് ഈ നിക്കോബാർ ഐലൻഡ് കേന്ദ്രീകരിച്ചിട്ട്. അതുകൂടാതെ ഇനി വ്യോമസേനയുടെ ഒരു വലിയ ഭാഗവും അവിടെ തന്നെ ഉണ്ടാകും. അതായത് ഇന്ത്യയുടെ സൈനിക ശക്തി തെക്ക് കിഴക്കൻ ഏഷ്യ വരെ നീണ്ടു കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പോൾ ചൈനയെ സംബന്ധിച്ച് ഇത് വലിയ വെല്ലുവിളികൾ ഉയർത്തുകയാണ്. ചൈന ഇത് നേരിടാനാണ് മ്യാൻമാറിന്റെ ഭാഗമായിട്ടുള്ള കോക്കോ ഐലൻഡ് എന്ന ദ്വീപ സമൂഹം കൈക്കലാക്കാൻ അല്ലെങ്കിൽ ലീസിനെടുക്കാൻ ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ അത് ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. അപ്പം മ്യാൻമാറിൽ ചൈനയ്ക്ക് ഇപ്പോൾ തന്നെ ചില താവളങ്ങളുണ്ട്. മ്യാൻമാറിലെ സൈനിക ഭരണകൂടവും ചൈനയും തമ്മിൽ ഒരു 30-35 വർഷമായിട്ട് വലിയ ബന്ധത്തിലാണ്. അപ്പോൾ എന്തായാലും ശരി, ചൈനയെ സംബന്ധിച്ച് ചൈനയ്ക്ക് ഉണ്ടായിരുന്ന ചില മേൽക്കൈകൾ ഈ ഒരു തുറമുഖത്തിന്റെ വികസനത്തോടുകൂടി അത് ബാലൻസ് ചെയ്യപ്പെടും എന്ന് ചൈനയെ പോലെ ഒരു മഹാശക്തിയെ ഒരു തുറമുഖം കാരണം ഇല്ലാതാകുമെന്നൊന്നും നമ്മൾ തെറ്റിദ്ധാരണ വേണ്ട. പക്ഷേ അവരെ ബാലൻസ് ചെയ്യാൻ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കൈവശവും ഒരു ആയുധമുണ്ട്. ശരിക്കും ഈ സൈനിക കേന്ദ്രങ്ങളിൽ പറയുന്നത് ഈ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹവും ശരിക്കും ഇന്ത്യയുടെ 2 വിമാനവാഹിനി കപ്പലുകൾ പോലെയാണ്. അതായത് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വിമാനങ്ങൾ, അവിടെ ഉറപ്പിച്ചിരിക്കുന്ന കപ്പൽ വേധ മിസൈലുകൾ, ഇതൊക്കെ തന്നെ ഇന്ത്യയുടെ തീരത്തേക്ക് ആക്രമിക്കാൻ വരുന്ന ഒരു നാവികസേനയെ നമ്മുടെ
മെയിൻലാൻഡിന്റെ കിലോമീറ്ററുകൾ അകലെ വെച്ച് തന്നെ നശിപ്പിക്കാനുള്ള ഒരു അവസരം നൽകിയിരിക്കുക. ഇതാണ് ഈ ലക്ഷദ്വീപിനുള്ളത്. പടിഞ്ഞാറൻ കടലിലൂടെ വരുന്ന മുഴുവൻ ഭീഷണികൾക്കും മറുപടിയാണ് ലക്ഷദ്വീപ്. കിഴക്ക് ഭാഗത്തുകൂടി വരുന്ന ഭീഷണികൾക്കെല്ലാം മറുപടിയാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഇപ്പോൾ വാർത്തകൾ പറയുന്നത് ഇത് ഇന്ത്യയുടെ ഹോങ്കോങ് ആയി മാറുകയാണെന്നാണ്. ഇതൊരു സ്പെഷ്യൽ ഇക്കണോമിക് റീജിയൻ പോലെ നമ്മുടെ ഇന്ത്യയിൽ വൻകരയിലുള്ള ചുവപ്പ് നാടകളോ അല്ലെ അഴിമതിയോ അങ്ങനെയുള്ള സാധാരണ പ്രശ്നങ്ങളൊന്നും ഇതൊരു പ്രത്യേക ഒരു പ്രദേശമായിട്ട് വികസിക്കുക. ഇന്ത്യക്ക് ഉള്ള ഗുണങ്ങളെല്ലാം അവിടെ ഉണ്ടാകും. ഇന്ത്യയിൽ ഒരു നിക്ഷേപകൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും ആൻഡമാനിൽ ഉണ്ടാകാനിടയില്ല. ഇതൊക്കെ പറയുമ്പോഴും പണ്ട് നമ്മുടെ മലയാളിയായ ഒരാൾ ലഫ്റ്റനന്റ് ഗവർണറായിട്ടിരുന്ന ഒരു കഥ എനിക്കറിയാം. എനിക്കറിയാവുന്ന ഒരു കക്ഷി അവിടെ പോയിട്ട് അദ്ദേഹത്തിന്റെ PA ആയിട്ടിരുന്ന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി തിരിച്ചു വന്നു. അവിടുന്നുള്ള മരം വെട്ടി വിൽക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. ഇപ്പോഴും ഈ 10 ലക്ഷം മരങ്ങൾ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് വെട്ടും. അപ്പോ ഇതിൽ കണ്ടിട്ടുള്ള ഒരുപാട് കഴുകന്മാർ ഒരുപക്ഷെ ഇപ്പൊ തന്നെ ആൻഡമാനും പരിസരത്തിലും ഒക്കെ വട്ടം ചുറ്റി പറക്കുന്നുണ്ടാവും. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉള്ള ജനാധിപത്യ സംവിധാനത്തിൽ ഇതൊന്നും അങ്ങനെ അവഗണിക്കാൻ പറ്റില്ല. അങ്ങനെ പറയാൻ വന്നതുപോലെ ഹലോ ഇതില് സോണിയാഗാന്ധി ഈ പദ്ധതിയെ നഖശിഖാന്തം എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? അതില് പിന്നെ ഒരു വസ്തുത, പരിസ്ഥിതിക്ക് ചില പ്രതിസന്ധികൾ ഈ പദ്ധതി ഉണ്ടാക്കും എന്നുള്ളത് ഞാൻ തള്ളിക്കളയുന്നില്ല. കാരണം ഇതൊരു പരിസ്ഥിതി ലോല പ്രദേശമാണ്. ഇവിടെ ഈ സുനാമി വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഉണ്ടാകുമ്പോൾ ഈ ആൻഡമാൻ ദ്വീപ സമൂഹങ്ങളെ കാര്യമായിട്ട് സുനാമി ബാധിച്ചിരുന്നു. ഭൂമിക്കടിയിൽ ഉള്ള ഒരുപാട് ഡോർമൻ്റ് ആയിട്ട് കിടക്കുന്ന അഗ്നിപർവ്വതങ്ങൾ ഈ ഇന്തോനേഷ്യ, അതുപോലെ തന്നെ തായ്ലൻഡിന്റെ ചില ഭാഗങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഈ ഭൂമി കുലുക്കവും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഒക്കെ സാധാരണമാണ്. അതാണ് സോണിയാഗാന്ധി അതിനെ എതിർക്കുന്നത്. സോണിയാഗാന്ധി അല്ല എതിർത്തത്. ആദ്യം എതിർത്ത പരിസ്ഥിതി സംഘടനകൾക്ക് അവർ പിന്തുണ കൊടുക്കുകയും അവര് ഈ ആവശ്യം റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തു. അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, മറുഭാഗത്ത് അവർക്കെതിരെയും ആരോപണങ്ങളുണ്ട്. അതായത് ഈ ചൈനയെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ സഹായിക്കുകയാണ് ഈ ഒരു നിലപാടിലൂടെ സോണിയാഗാന്ധി ചെയ്തത് എന്നൊരാരോപണവും സമാന്തരമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം സോണിയാഗാന്ധി ചൈനയെ സഹായിക്കാൻ വേണ്ടി ഒന്നുമല്ല പദ്ധതി എതിർത്തതെങ്കിലും പദ്ധതി ഇല്ലാതായാൽ അതിന്റെ സൈനിക നേട്ടം ചൈനയ്ക്കാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ പ്രദേശം മലാക്ക കടലിടുക്കിന് അഭിമുഖമായിട്ട് നിൽക്കുന്ന ചൈനയുടെ മുഴുവൻ ക്രൂഡ് ഓയിലും, ചൈനയ്ക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലും ഗൾഫിൽ നിന്നും അതുപോലെ ആഫ്രിക്കൻ വൻകരയിൽ നിന്നും ഒക്കെ ഒഴുകുന്നത് ഈ കടലിടുക്കിലൂടെയാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഒരു വലിയ സൈനിക കേന്ദ്രം അവിടെ വരാതിരിക്കുന്നതാണ് തീർച്ചയായിട്ടും ചൈനയ്ക്ക് അഭികാമ്യം. വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ചൈനയ്ക്ക് ഒരു വെല്ലുവിളിയാണ്. ഇവിടെ ഉറപ്പിച്ചിരിക്കുന്ന മിസൈലുകൾ മതി. അതായത് ഈ എണ്ണ വ്യാപാരത്തിന്റെ ഒരു പ്രതിസന്ധി, എണ്ണ കൊണ്ടുവരുന്നത് വലിയ ടാങ്കറുകളിലാണ്. സാധാരണ ചരക്ക് കപ്പലുകളെക്കാളൊക്കെ വലിയതാണ് ഈ ടാങ്കറുകൾ. ഈ ടാങ്കറുകൾ കോടിക്കണക്കിന് രൂപ ഓരോ ട്രിപ്പിന് മുമ്പ് ഇൻഷുർ ചെയ്യും. അത് തന്നെ വലിയൊരു ബിസിനസ്സാണ്. അതായത് ഒരു ടാങ്കർ ഇപ്പോ ഒമാന്റെ തുറമുഖമായ ചൈന ഒരുപാട് എണ്ണ ഒമാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മസ്കറ്റിൽ നിന്നും ഒരു ടാങ്കർ പുറപ്പെടുമ്പോൾ ആ ടാങ്കറിന് ആ ട്രിപ്പിനായിട്ട് ചിലപ്പോൾ കോടിക്കണക്കിന് ഡോളറിന്റെ ഒരു ഇൻഷുറൻസ് അവിടെ ഉണ്ടാകും. ഈ ഇൻഷുറൻസ് ആ ട്രിപ്പ് തീരുന്നതോടുകൂടി ആ ഇൻഷുറൻസിന്റെ കാലാവധി തീരുകയും ചെയ്യും. എന്നിട്ട് അടുത്ത ഇൻഷുറൻസ് എടുക്കണം. അങ്ങനെയാണ് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്, ഈ ഇന്ത്യക്ക് വലിയ ഇന്ത്യയുടെ വലിയ സൈനിക സംവിധാനം ഇവിടെ വരുന്നതോടുകൂടി എന്തെങ്കിലും ഇന്ത്യ ചൈന അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഇൻഷുറൻസ് കമ്പനികൾ പ്രീമിയം വർദ്ധിപ്പിക്കും. കാരണം നാളെ ഇന്ത്യ ഒരു കപ്പൽ തകർത്താൽ അവർക്കാണ് നഷ്ടം. കപ്പൽ കമ്പനിക്ക് ഇൻഷുറൻസ് കമ്പനി വലിയ തുക കൊടുക്കണം. അപ്പൊ ഇതൊരു പ്രതിസന്ധിയാണ്. അത് കാരണം അവിടെ സ്വാഭാവികമായിട്ട് ഇത് ചൈനയ്ക്ക് അവിടെ ഒരു സൈനിക കേന്ദ്രം വരാതിരിക്കുന്നതാണ് ചൈനയുടെ സൈനിക താല്പര്യങ്ങൾക്ക് അഭികാമ്യം. അത് ചോദിച്ചോളൂ അങ്ങ്.
അതായത് ഉം, തന്ത്രപ്രധാനമായ സ്ഥലത്താണ് ഇപ്പോൾ ഇങ്ങനെയൊരു എയർപോർട്ടും സീപോർട്ടും വരുന്നത്. ഇത് ചൈനയുടെ സൈനിക ശക്തി ആ മേഖലകൾ വർദ്ധിപ്പിക്കാനും കാരണമാകില്ലേ? തീർച്ചയായിട്ടും. പക്ഷെ അവിടെ ഒരു പരിമിതിയുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ഭാഗത്ത് ഇന്ത്യ, മറുഭാഗത്ത് പിന്നെ ഈ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ, ഇന്തോനേഷ്യ, ആ, തായ്ലൻഡ്, അതുപോലുള്ള രാജ്യങ്ങൾ. ഈ ഇന്തോനേഷ്യയൊക്കെ ചൈനയുമായിട്ട് വലിയ എതിർപ്പിലാണ്. ഇന്തോനേഷ്യ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങിക്കുകയാണ്. അപ്പൊ ചൈനയുടെ കപ്പലുകൾക്ക് ഒരിക്കലും സൈനിക കപ്പലുകൾക്ക് ഇന്തോനേഷ്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലൊന്നും വന്നിട്ട് നങ്കൂരമിട്ട് കിടക്കാൻ പറ്റില്ല. ചൈനയ്ക്ക് അന്താരാഷ്ട്ര കപ്പൽ, അതിനപ്പുറമുള്ള സ്ഥലത്തൂടെ മാത്രമേ ചൈനയുടെ കപ്പലുകൾക്ക് അവിടെ നിരന്തരം സഞ്ചരിക്കാൻ പറ്റൂ. അപ്പോൾ ഇതൊക്കെ ചൈനയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഇവിടെ ഇന്ത്യയുടെ തീരത്ത് ഏതായാലും വരാൻ പറ്റില്ലല്ലോ. അപ്പം ചൈനയ്ക്ക് ഇപ്പൊ ഇത് വന്നാലും വന്നില്ലെങ്കിലും അന്താരാഷ്ട്ര കപ്പൽ ചാലിലൂടെ ചൈനീസ് നാവിക PLAN പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോ ഇന്ത്യക്ക് ഇപ്പൊ സൈനിക കേന്ദ്രമുണ്ട് ഇല്ല. രണ്ട് സാധ്യതകൾ ഉണ്ടെങ്കിലും ചൈനയ്ക്ക് അന്താരാഷ്ട്ര കപ്പൽ ചാലിലൂടെ ചൈനയുടെ കപ്പലുകൾക്ക് പോകാം. അവരിപ്പോഴും പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഓരോ മിസൈൽ ടെസ്റ്റ് നടത്തുമ്പോഴും ചൈനയുടെ ചാരക്കപ്പലുകൾ ഈ അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ വന്ന് കറങ്ങി നടക്കുന്നത്. പക്ഷേ അതിനിപ്പുറത്തോട്ട് വരാൻ അവർക്ക് പറ്റില്ല. അപ്പുറത്ത് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ സമ്മതിക്കില്ല. അവരെല്ലാം ചൈനയുമായിട്ട് ശത്രുതയിലാണ്. ഇപ്പുറത്ത് ഇന്ത്യ സമ്മതിക്കില്ല. അപ്പോ തീരത്തോടടുത്ത് വന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ ഉള്ള ഒരു സാധ്യത ഇങ്ങനെ ഒരു സംരംഭം വന്നതുകൊണ്ട് അപകടം കൂടുന്നു എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതില്ലെങ്കിലും ചൈനയ്ക്ക് അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ പ്രവേശിക്കാം. അവരിപ്പോഴും അത് ചെയ്യുന്നുണ്ട്. വന്ന് എന്ന് ഇത് വെച്ചിട്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഇങ്ങനെ ഇന്ത്യ ഇവിടെ സൈനിക മേഖല ഡെവലപ്പ് ചെയ്യുമ്പോൾ വ്യാപാര മേഖലയും സൈനിക മേഖലയും ഒരേ സമയത്ത് ഡെവലപ്പ് ചെയ്യണല്ലോ. ഇത് ഭീഷണിയായി തരുന്നത് ചൈനയുടെ ചരക്ക് നീക്കത്തെ. എന്തെങ്കിലും കാരണവശാൽ ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ചൈനയെ മൊത്തത്തിൽ ബാധിക്കുന്ന രൂപത്തിൽ അവരുടെ ഈ ക്രൂഡ് ഓയിൽ അടക്കമുള്ള ഊർജ്ജ സ്രോതസ്സുകൾ തകർക്കാൻ, അങ്ങോട്ട് വരുന്ന സ്രോതസ്സുകൾ തകർക്കാൻ ഇന്ത്യക്ക് കഴിയും നിമിഷ നേരം കൊണ്ട്. അപ്പോൾ ഈ ചൈനയ്ക്കും ഇതേപോലെ അവിടെ സംരക്ഷണം ഏർപ്പെടുത്തേണ്ടി വൻതോതിലുള്ള സൈനിക ക്യാമ്പുകളും അതേപോലെ സംവിധാനങ്ങളും ഏർപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഈ ഇന്ത്യയും ചൈനയും എന്നുള്ള ആ ഏരിയ ഒരു ഒരു യുദ്ധഭൂമിയായിട്ട് തന്നെ അറിയപ്പെടുന്ന ഒരു മേഖലയ്ക്ക് മാറില്ല എന്നാണ് ചോദിക്കുന്നത്. അല്ല, അത് നമുക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചൈന ഇന്ത്യ ചെയ്തില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഒരുപക്ഷെ ചൈന പിടിച്ചെടുക്കുമായിരുന്നു. മനസ്സിലായോ? കാരണം ഇവിടെ അങ്ങനെ ഒരു നീതിബോധമോ ഒന്നും ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്നില്ല. അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. പണ്ട് ഇന്ത്യ ടിബറ്റ് ചൈന പിടിച്ചെടുത്തപ്പോൾ അന്ന് പ്രധാനമന്ത്രി നെഹ്റു അത് ചൈനയുടെ ഭാഗമായിട്ട് അംഗീകരിച്ചു. പക്ഷെ തിരിച്ച് ചൈന ഇന്ത്യക്ക് അതിന് ബദലായിട്ട് മറ്റൊരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. ചൈന അപ്പോൾ നെഹ്റു ചിന്തിച്ചത് ഇതോടുകൂടി ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലെ തർക്കം തീരും എന്നാണ്. കാരണം ചൈനയുടെ ഒരു വലിയ ആവശ്യം ഇന്ത്യ അംഗീകരിച്ചല്ലോ. പക്ഷേ ഇന്ത്യ ചൈനയുടെ ആവശ്യം അംഗീകരിച്ചു, ചൈന ഇന്ത്യയുടെ ആവശ്യം അംഗീകരിച്ചില്ല. അതാണ് സംഭവിച്ചത്. നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു എന്ന് വെച്ച് ചൈന വിട്ടുവീഴ്ച ചെയ്യണമെന്നില്ല. അതൊക്കെ നമ്മുടെ ഒരു വ്യക്തി ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന കൊടുക്കൽ വാങ്ങലുകളിൽ അതൊക്കെ സംഭവിക്കാം. പക്ഷെ രാഷ്ട്ര ഡിപ്ലോമസിയിൽ അങ്ങനെയൊന്നുമില്ല. കയ്യുകുളവൻ കാര്യക്കാരൻ തന്നെയാണ്. അതുകൊണ്ട് ചൈന തീരുമാനമൊന്നും മാറ്റിയിട്ടുമില്ല. ഇത് വന്നില്ലെങ്കിലും ചൈന ഇന്ത്യയെ ആക്രമിക്കാം എപ്പോൾ വേണമെങ്കിലും. ചൈനയുടെ താല്പര്യത്തിന് ഹാനി ഉണ്ടെന്ന് കണ്ടാൽ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ചൊരു അപകടം കൂടുന്നില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. എന്തായാലും ഗ്രേറ്റ് നിക്കോബാർ ലോക ശ്രദ്ധയിലേക്ക് വരാൻ പോവുകയാണ്. അതിനെക്കുറിച്ചുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ പ്രസിദ്ധീകരിച്ചത്. നന്ദി, നമസ്കാരം.